വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക അധ്യായം 12 യേശു ശിഷ്യന്മാരോട് പരീശന്മാരുടെ കപടഭക്തി സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ആത്മാവിനെ രക്ഷിക്കുന്ന ദൈവത്തെ ഭയപ്പെടണം. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. 12-ാം അധ്യായം 5-ാം തിരുവചനം. മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുന്നവരെ ദേവദൂതന്മാരുടെ മുമ്പിലും ഏറ്റുപറയും. ഭോഷനായ ധനികൻ വിളവ് സംഭരിച്ച് ആശ്വസിക്കാനായി പദ്ധതിയിട്ടു. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ദൈവത്തിൽ സമ്പന്നനാകാതെ സ്വാർത്ഥമായി സമ്പാദിക്കുന്നത് വ്യർത്ഥമെന്നതാണ് ഇതിന്റെ സന്ദേശം. ഭക്ഷണം, ഉടുപ്പ് എന്നിവയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. ദൈവം പക്ഷികളെയും പൂക്കളെയും പരിപാലിക്കുന്നത് പോലെ നമ്മയും പരിപാലിക്കും. മനുഷ്യപുത്രൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരും. വിശ്വസ്തനായ ദാസൻ തയ്യാറായിരിക്കണം. പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കെതിരായും, അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. കാലത്തിന്റെ അടയാളങ്ങൾ കാലാവസ്ഥ തിരിച്ചറിയുന്നത് പോലെ ആത്മീയ അടയാളങ്ങളും തിരിച്ചറിയണം. നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ. എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.